യോഷുക്കു ഇങ്ങനൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? ഇതൊരു ജാപ്പനീസ് പ്രാക്ടീസിൻ്റെ പേരാണ്. ഇനി എന്താണ് യോഷുക്കു എന്ന് പറയാം? നമ്മുടെ ഒരാഗ്രഹം നടക്കുന്നതിനേക്കാൾ മുന്നേ അത് നടന്നതായിട്ട് സങ്കല്പിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യോഷുക്കു. ഇതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് യോഷുക്കു ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് നടക്കേണ്ട ഒരാഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരാഗ്രഹം, അത് വിചാരിക്കാം. എന്നിട്ട് അത് നടന്നു എന്നങ്ങോട്ട് സങ്കല്പിക്കാം. എന്നിട്ടത് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യില്ലേ? അതേമാതിരി താങ്ക്സ് പറഞ്ഞിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ലേ? അതേമാതിരി ആ ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. ഇതാണ് യോഷുക്കു എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പം നിങ്ങളും ഈ യോഷുക്കു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ നല്ല ഒരു അടിപൊളി മെത്തേഡാണ്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണം. വിശ്വസിച്ചിട്ട് വേണം. ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിൽ വിശ്വസിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് ചുമ്മാ തമാശയ്ക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തമാശയായിട്ട് ഇരിക്കുള്ളൂ. അത് ഒരിക്കലും നിങ്ങൾക്ക് നടന്നു കിട്ടില്ല. അതുകൊണ്ട് ബിലീവ് യുവർ സെൽഫ്, ബിലീവ് ദ മെത്തേഡ്, ബിലീവ് ദ യൂണിവേഴ്സ്, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.